തമാശയ്ക്കാണെങ്കിൽ കൂടി ചില നേരത്ത് നമ്മൾ കളിയാക്കി പറയാറില്ലയോ അവരുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അത് കറക്റ്റാട്ടോ. ഈ കുടുംബത്തിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയാലും വളർത്തുന്ന കാര്യത്തിൽ റെഡിയാട്ടോ. കഴിക്കുന്ന മീനല്ലേ, എന്തായാലും അത് അക്വേറിയത്തിലാണേലും വേണ്ടില്ല, കുളത്തിലാണേലും എവിടെ വേണേലും പിടിച്ചിടാനും അതിനെ പരിചരിക്കാനും അതുപോലെ കൊണ്ടു നടക്കാനും നല്ല കഴിവാട്ടോ. അത് മക്കൾക്കെന്നല്ല വലിയവർക്കും എല്ലാവർക്കും. അത് പിന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ല പിന്നെ മക്കളുടെ കേസ് വരുമ്പോൾ. എന്തായാലും ഇന്ന് അവധി ദിവസം പ്രമാണിച്ച് അക്വേറിയം ഒന്ന് ക്ലീൻ ചെയ്തതാട്ടോ ഇപ്പോൾ അവർ കണ്ടത്. മക്കളുടെ വകയിൽ എന്തായാലും ആഘോഷമായിട്ട് പുറത്തിറങ്ങി ഒന്ന് നല്ല വൃത്തിക്ക് തേച്ച് കഴുകി പുതിയതായിട്ട് ലക്കി ബാമ്പും ഒക്കെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെ കുഞ്ഞു കുഞ്ഞു കഴിവുകൾ അവർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഐഡിയകളൊന്നുമില്ല. നമ്മൾ കുറച്ച് മീൻ തീറ്റി ഇട്ട് കൊടുക്കുന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ, ഉള്ളത് പറയാലോ. എന്തായാലും മക്കളിതാ ഇതുപോലെ നല്ല സെറ്റാക്കി കുഞ്ഞു പോട്ടിൽ, അതും അവർ തന്നെ പറയുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് അങ്ങ് ചെയ്താലോ എന്ന്. അപ്പോൾ എന്തായാലും മുറ്റത്തുനിന്ന് കുറച്ച് കല്ലും പിറക്കി പോരാത്തതിന് പറമ്പിൽ നിന്നുള്ള മണലും കഴുകിയെടുത്ത് കുറച്ച് കല്ലും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞൊരു പോട്ടും കൂടി ആയപ്പോൾ സംഭവം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടുത്തെ വലിയ കുളത്തിൽ ഗപ്പികളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് വാലിന് നിറമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി പിടിച്ചില്ലെന്നേ. എന്നിട്ട് അവർ തറവാട്ട് കുളത്തിൽ പോയിച്ചിട്ട് ഇതാ പിള്ളേർ പിടിച്ചുകൊണ്ട് വന്നിട്ടേക്കുന്ന കേട്ടോ. പല നിറങ്ങളുണ്ട്, അതിന് ഇന്നതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിന് കുറച്ചുകൂടി നിറം വെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളിച്ചിരി മടിയുള്ള കാര്യമാണല്ലോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഫൈനൽ ലുക്ക് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ അകത്ത് അവരൊരു ചേമ്പിനിയും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതും ഒരു കാണാനൊരു ഭംഗിയാണ്, അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് പായലും ഉണ്ട്, പോരാത്തതിന് ഒരു ഒച്ചുണ്ട്. അതെനിക്ക് അത്രയും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവരുടെ ഇഷ്ടമല്ലേ, എന്നാൽ പിന്നെ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് നോക്കി.